ശ്രീകൃഷ്ണായ നമ. ജ്യോതിഷമാർഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളുടെ ജാതകത്തിൽ വ്യാഴം ലഗ്നം മുതൽ ഓരോ ഭാവത്തിലും നിൽക്കുമ്പോൾ തരുന്ന ഫലങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ജ്ഞാനം, ധനം, സന്താനങ്ങൾ, ബുദ്ധി ഇതെല്ലാം വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. എക്സ്പാൻഷൻ, അതായത് വിപുലീകരണത്തിൻ്റെ പ്രതീകമാണ് വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹം ആണ് വ്യാഴം എന്ന ശുഭഗ്രഹം. നമുക്ക് വ്യാഴം ലഗ്നത്തിൽ നിന്നാൽ എന്തൊക്കെ ഫലങ്ങളാണെന്ന് നോക്കാം. സർവേശ്വര കാരകത്വം വ്യാഴത്തിനുണ്ട്. പ്രധാനമായും വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് വളരെയധികം ഈശ്വരാധീനം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ സാധിക്കുന്നവരാണ് ഇവർ. പൂർവ്വജന്മ സുഹൃതം ഉണ്ടെന്ന് തന്നെ പറയാം. വളരെയധികം ജ്ഞാനം ഉള്ളവരായിരിക്കും. അതായത് വേദങ്ങളിലും മറ്റു ശാസ്ത്രങ്ങളിലും അഗാധമായ അറിവ്, അതിൽ താല്പര്യം ഇതൊക്കെ ഉള്ളവരായിരിക്കും. വളരെ ആരോഗ്യമുള്ള ശരീരപ്രകൃതി ഉള്ളവരായിരിക്കും. ധനവാന്മാരുമായിരിക്കും. വ്യാഴം ലഗ്നത്തിൽ ഉള്ളവർ പൊതുവെ ആത്മവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് അപ്രോച്ച് ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുക. ആരെയും ചതിക്കാത്ത, അതായത് നന്മ കൂടുതലുള്ള ആളുകളായിരിക്കും ലഗ്നത്തിൽ വ്യാഴമുള്ളവർ. എല്ലാവരും ബഹുമാനിക്കുന്ന ആകർഷകമായ വ്യക്തിത്വം ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ബഹുമാനം കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ഇവർക്ക് ഇഷ്ടക്കേട് തോന്നുന്ന ഒരു സ്വഭാവം കണ്ടുവരുന്നുണ്ട്. ഗർവമുള്ളവരായി ഇവരെ കാണപ്പെടുന്നുണ്ട്. ലഗ്നത്തിൽ വ്യാഴം ഉള്ളവർ ആത്മീയ ഗുരുക്കന്മാർ, ലോയേഴ്സ്, ടീച്ചേഴ്സ് എന്നിവരൊക്കെ ആകാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങൾ നോക്കാം. വ്യാഴം രണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് നല്ല സഭ്യമായ വാക്കുകൾ സംസാരിക്കുന്ന ഒരു ഉള്ള ആളായിരിക്കും. അതായത് നല്ല വാക്കുകളായിരിക്കും ഇവരെപ്പോഴും പറയാൻ താല്പര്യപ്പെടുക. നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ നല്ല അറിവ് നേടുവാനുള്ള താല്പര്യമുള്ളവരായിരിക്കും വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവർ വളരെ ഭക്ഷണപ്രിയരായി കണ്ടുവരാറുണ്ട്. ഭക്ഷണം ആസ്വദിച്ച്, അതായത് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു ശീലം ഉള്ളവരായിരിക്കും ഇവർ. അതുപോലെ തന്നെ വ്യാഴം രണ്ടാം ഭാവത്തിൽ ഉള്ള ഒരാൾക്ക് ധനം ധാരാളം ഉണ്ടാകും. അതായത് ധനത്തിന് ഒരിക്കലും കുറവ് അനുഭവപ്പെടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ രണ്ടിൽ വ്യാഴം ബലഹീനനായ ഒരാൾക്ക് മറ്റുള്ളവർക്ക് ധനം കൊടുത്ത് സഹായിച്ചിട്ട് അത് തിരിച്ച് കിട്ടാതെ വിഷമിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. പിന്നെ നല്ലൊരു കുടുംബമായിരിക്കും. രണ്ടിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന ആൾക്ക് നല്ലൊരു കുടുംബം എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് മൂന്നാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരാൾക്ക് ചിലവുകൾ, എക്സ്പെൻസസ് കൂടുതലായിരിക്കും. പിന്നെ പറയുന്നത് പ്രധാനമായിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം തുടങ്ങിയ മേഖലകളിൽ ഇവർ വളരെയധികം ശോഭിക്കുന്നതായിരിക്കും. ഫിലോസഫിക്കൽ നേച്ചറുള്ള ആൾക്കാരായിരിക്കും. തത്വചിന്ത ഇതൊക്കെയായിരിക്കും വ്യാഴം മൂന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുക. അതുപോലെ ചില പ്രശ്നങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആരോഗ്യക്കുറവ്, അതുപോലെ ചെറിയ മാനസിക സമ്മർദ്ദങ്ങൾ ഒക്കെ ഈ മൂന്നിൽ വ്യാഴം ഉള്ളവർക്ക് കണ്ടുവരാം. മറ്റുള്ളവരെ ഉപദേശിക്കാനൊക്കെ വളരെ കഴിവുള്ളവരൊക്കെ ആയിരിക്കാം. എന്നാൽ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു പ്രവണത വരുന്നതായിട്ട് തോന്നാം. ദാനശീലം, അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും താല്പര്യമുള്ളവരായിരിക്കും ഇവർ. പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ, അതുപോലെ അടുപ്പമുള്ളവർ, അതുപോലെ കുടുംബത്തിലുള്ളവരെയുമൊക്കെ സാമ്പത്തികമായി വളരെ നന്നായി സഹായിക്കാൻ മനസ്ഥിതി ഉള്ളവരാണ് ഇവർ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസിൽ എഴുതാവുന്നതുമാണ്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീകൃഷ്ണായ നമഃ.